സ്വത്ത് അവകാശങ്ങളിൽ, സ്വത്ത് തർക്കങ്ങളിൽ മുനമ്പം ജനതയ്ക്കൊപ്പം നിൽക്കുകയാണ് എന്നാണ് ബി.ജെ.പി പറയുന്നത്. ആ സമരം അതിനൊപ്പം പിന്തുണ കൊടുക്കുകയാണ്. പക്ഷേ സഭാ തർക്കങ്ങൾ കുറേ ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. പല സഭകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതും ഈ സ്വത്ത് തർക്കങ്ങളുമായിട്ട് കണക്ട് ചെയ്ത കാര്യമാണ്. അതിനകത്ത് പക്ഷേ ബി.ജെ.പി ഒരിക്കലും എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയിട്ടില്ല. അതിലൊരു ഡബിൾ നിലപാടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഓരോ പാർട്ടിയുടെ ഇടപെടലിനെ കുറിച്ച് ഞാൻ പറയാൻ വലിയ ആളൊന്നുമല്ല. പക്ഷേ എന്നെ ആശങ്കപ്പെടുത്തുന്നത് ഈ കേരളത്തിലെ കാര്യങ്ങളല്ല, നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന വലിയ ആക്രമണങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ചരിത്രം മറന്നു പോകുന്ന ആളുകൾ അത് ചിലപ്പോൾ നമ്മൾ ഫനാറ്റിക് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്നതാണ്. എന്തുകൊണ്ട് ഇത്രയും നാളിപ്പോൾ ഈ ശുശ്രൂഷിച്ചിരുന്ന ആളുകൾ അല്ലെങ്കിൽ അവരൊക്കെ പെട്ടെന്ന് ശത്രുക്കളായി തീരാൻ കാരണം എന്താണ്? എന്തുകൊണ്ട് അവിടെ നശിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ പള്ളി ആക്രമിക്കപ്പെടുന്നു? ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാത്തതുകൊണ്ടാണ്, യഥാർത്ഥത്തിൽ ചിന്തിക്കുന്ന മനുഷ്യർ. അതുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെയൊന്നും നടക്കാത്തത്. ഈ ജബൽപൂരിലടക്കം നടക്കുന്ന ഈ ആക്രമണങ്ങളൊക്കെ അത് കേരളത്തിലും ക്രൈസ്തവ അധ്യക്ഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ആ വിഷയത്തിലാണ് ഇടതുപക്ഷവും കോൺഗ്രസും പറയുന്നത്, അവിടെ പള്ളികൾ ആക്രമണം നടത്തുന്നവർ ഇവിടെ സമരത്തിന് പിന്തുണ നടക്കുന്നത് പ്രഹസനമാണെന്നാണ് ബി.ജെ.പിക്കെതിരെയുള്ള ആരോപണം. അതുകൂടി പരിശോധിക്കേണ്ട കാര്യമാണെന്നാണോ നേരത്തെ ചരിത്ര പഠനം വേണം എന്നതായിട്ട് ബിഷപ്പ് ഉദ്ദേശിച്ചത്? ഞങ്ങളുടെ ചരിത്ര പഠനത്തിൽ അതൊക്കെ എല്ലാം വരും. കാരണം ഞാൻ പറഞ്ഞത്, കേരളം വേറെ, ഈ നോർത്ത് ഇന്ത്യയുടെ നടക്കുന്ന വേറെ. അത് നമുക്കറിയാം. കാരണം കേരളത്തിലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരളത്തിലെ ഈ എല്ലാ മന്ത്രിമാരും വിചാരിച്ചാൽ ഒരു മാറ്റം വരുത്താൻ പറ്റില്ല എന്നുള്ളത് അറിയാം. നമുക്കിവിടെ കിടന്ന് ശബ്ദിക്കാനേ പറ്റുള്ളൂ, ആർക്കും ഇടപെടാൻ പറ്റിയിട്ടുണ്ട്. മണിപ്പൂരിൽ ഇത്രയും നാൾ നടന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റി? ആർക്കും ഇടാൻ പറ്റിയിട്ടില്ല. ഇവിടെ നിന്ന് അവിടെ ഇവിടെ നിന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രമാത്രം കഴിവില്ലാത്തവരാണ് എന്നുള്ളൊരു അറിവ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ക്രൈസ്തവ അല്ലെങ്കിൽ കത്തോലിക്ക ഈ ആദർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കുക എന്നുള്ളത് തന്നെയാണ്. കൊന്നാൽ പോലും ക്ഷമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കേരള അല്ലെങ്കിൽ കത്തോലിക്ക സഭയെ ഏത് വിധത്തിലും പീഡിപ്പിക്കപ്പെട്ടെന്ന് വെച്ചാൽ പോലും ഞങ്ങൾക്ക് പറയാനുള്ളത് സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ്.